അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ എല്ലാവരും ഈ മോൻക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്യട്ടെ. ഹാപ്പി ബർത്ത്ഡേ സയാൻ. ഹാപ്പി ബർത്ത്ഡേ സയാൻ. ഹായ്. ഹാപ്പി ബർത്ത്ഡേ സയാൻ. ഹലോ. അപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ വിളിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മോൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേക്ക് ആഘോഷങ്ങളൊന്നുമില്ല, അവന് പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് ചാനലിലൂടെ പറയാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനിക്ക് വേണ്ടിയിട്ട് ഞാനും കുട്ടികളും എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുവിനെ മാത്രം നമുക്ക് കിട്ടിയില്ല, ഞാൻ മറന്നുപോയി കുഞ്ഞുവിനോട് പറയാൻ. അത് കാരണം കുഞ്ഞു പറഞ്ഞിട്ടില്ല കേട്ടോ. ഈശമോളും ആച്ചോട്ടിനൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. സയാൻ മോന് ഒരുപാട് നാൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ആ മോനെ വിഷ് ചെയ്യണം കേട്ടോ. 4ാമത്തെ ബർത്ത്ഡേ ആണ് മോൻ്റെ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കലത്തെ ഒരു വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്, ബ്രെഡ് റോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മുട്ട കുറവായിരുന്നു. അപ്പോൾ മുട്ട കുറവുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുക്കുക. 2 മുട്ട മിക്സർ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിൽ കുറച്ച് മൈദ ഇടുക. കുറച്ച് മൈദ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് മൈദ ഇടുക. പിന്നെ അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ പഞ്ചസാര ഇടുക. ഒരു നുള്ളു ഉപ്പ് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, ഞാൻ മറന്നു പോയതാണ് മഞ്ഞൾപ്പൊടി ഇടാൻ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ പാലുണ്ടെങ്കിൽ പാൽ ഒഴിക്കുക കേട്ടോ. ഞാൻ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, പാലുണ്ടായിരുന്നില്ല. അത് കാരണം വെള്ളം ഒഴിച്ചു കേട്ടോ. പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തേച്ച് കൊടുത്തോ, നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും തേച്ച് കൊടുത്തോ. പക്ഷേ നെയ്യ് തേച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് നമ്മുടെ അനിയത്തി കുട്ടികൾ കാണുന്നുണ്ട്. അവർ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ അവർ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമാണത്. അവരൊക്കെ ഞാൻ കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിലും ദോശ ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അവർ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പിന്നത്തെ വീഡിയോയിൽ നമുക്ക് കമൻ്റ് ഇടുമ്പോൾ നമുക്കത് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മധുരം ഇടണ്ട. ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ മധുരം ഇടാതെ നമുക്കതിൽ മുക്കി കഴിക്കാം കേട്ടോ. ടൊമാറ്റോ സോസിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട കുറവുള്ളപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കട്ടൻ ചായയും ബ്രെഡ് റോസ്റ്റും. അപ്പോൾ കുഞ്ഞൊന്നും സ്കൂളിട്ട് വന്നിട്ടില്ല, ആച്ചൂട്ടൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. ആച്ചൂട്ടൻ 3:30 ആകുമ്പോഴേക്കും വരും. അവൻ വരുമ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആച്ചൂട്ടൻ വന്നിട്ട് ആച്ചൂട്ടൻ നല്ല സന്തോഷമായിട്ടാണ്. പിള്ളേർ സ്കൂളിട്ട് വരുമ്പോൾ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുളിക്കാൻ പറയണ്ട, ഒന്നും പറയണ്ട, മേല് കഴുകാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ ഫ്രിഡ്ജ് തുറന്നു നോക്കലാണ് എല്ലാവരുടെയും ഒരു കുഴപ്പം കേട്ടോ. ഒന്നും അതിലില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എല്ലാവരും ഫ്രിഡ്ജ് തുറന്നു നോക്കി നോക്കും. അത് ഞാനും അങ്ങനെ തന്നെ കേട്ടോ, കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആച്ചോട്ടൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഓരോന്ന് എടുത്ത് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുക കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്നിട്ട് കഴിക്കുക, പക്ഷെ അവ എടുത്തിട്ട് ഓടിയിട്ട് എടുത്ത് കഴിച്ചു. അങ്ങനെ എല്ലാം ചുട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇഷമോളും കൂടി വരണം. കുഞ്ഞു ഇത്തിരി നേരം വൈകിട്ടേ വരുള്ളൂ. അവനിന്ന് കൊക്കോയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു അറ്റാക്ക് ആയിരുന്നു, അത് കാരണം അത് സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ കുട്ടികൾ ഇരുന്ന് പഠിക്കുകയാണ്. ആച്ചൂട്ടന് മദ്രസയിലത്തെ പഠിക്കാണ്ട്, ഇഷമോൾക്ക് സ്കൂളിലത്തെ പഠിക്കാണ്ട് പറഞ്ഞിട്ട് നേരത്തെ ഇരുന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു ഇങ്ങനെ സ്കൂളിൽ ക്യാമ്പാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ സത്യമാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി കുറേ പിള്ളേരുള്ളതല്ല, അവിടെ അപ്പുറത്തൊക്കെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പിള്ളേരൊക്കെ കൂടിയിട്ട് ക്യാമ്പാടാ, നമുക്ക് ഉമ്മാടെ അങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് ഇവിടെ ഇരുന്ന് കളിക്കാമെന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കണ്ണടച്ചിട്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, മക്കളേനായാലും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലമാണിപ്പോൾ. അപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി എടുത്തിട്ടൊന്ന് പോയി നോക്കിയിട്ട് ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ സത്യമാണ്, അവിടെ പിള്ളേരൊക്കെ കൂടി കളിക്കുന്നുണ്ട്. ക്യാമ്പ് തന്നെയാണ് കേട്ടോ, സാറുമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മാക്ക് റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കൊടുത്ത് തിരിച്ച് വരുമ്പോഴേക്കും ഇതാ കുഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് വന്നിട്ട് ഇവിടെ
കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വന്നിട്ട് വന്ന വശം പന്ത് കളിക്കാൻ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടു. അപ്പോൾ അങ്ങനെ പോയിട്ട് അവൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ചോറ് പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ ദിക്റ് ചൊല്ലലും നിസ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ വൈകുന്നേരം ചോറ് കഴിക്കുകയാണ്. ഇത് ഇന്നലത്തെ വിശേഷമായിട്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ചീരപ്പേരും മീൻ വറുത്തതും മീൻ കറിയൊക്കെ ആയിരുന്നു നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം ഞാൻ വേപ്പില കളയില്ല കേട്ടോ. കറിയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ചോറിൽ കൂടെ കഴിക്കും. നമ്മുടെ വയറ്റിലെത്തിപ്പെട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാനിതുപോലെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, ഗെയിം കളിക്കുന്നുണ്ട് ഫോണിൽ. ഇഷമോളും ആച്ചൂട്ടനൊക്കെ ഇരുന്നിട്ട് ഋഷിക്കൊക്കെ ഇരുന്നിട്ട് ഹാളിലിരുന്ന് ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവന് ഇടയ്ക്ക് ഒരു ഉരുള വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മർത്ത് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ ഇടയ്ക്ക് അവനും ഓരോ ഉരുള വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്നിട്ട് ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഹായ് പറയുകയാണ് വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അതാ കുഞ്ഞു കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഗെയിം കളിക്കുക. അപ്പോൾ ഞാൻ ചീത്തയും പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഇപ്പോൾ വരാം അവൻ വന്ന വശം ചോറുന്നതാണ്, പിന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു 2-3 ഉരുളയും കൂടി കഴിച്ചോ പറഞ്ഞിട്ട് ഞാൻ അവന് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വന്നിരുന്നതാട്ടോ. അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഇത് ഇന്നത്തെ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ നമുക്ക് ചായക്ക് കടി ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും കുറുമക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം. എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും എടുക്കാറില്ല. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ മാവ് നമ്മൾ ഇവിടെ ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് കഴുകി ഉണക്കി പൊടിക്കുന്നതാണ് കേട്ടോ. വേറെ പൊടികളൊന്നും ചേർക്കാറില്ല. ആ പൊടിയാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ആ പൊടിയിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ ഞാൻ കുഴയ്ക്കാറ്. ചിലർ പൊടി വാട്ടിയിട്ടൊക്കെ കുഴയ്ക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കാറ്. പച്ചവെള്ളത്തിൽ തന്നെ, സാധാ പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ കുഴയ്ക്കാറ്. അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഒരു പൊടി നനയാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി പൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടണം കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് അമർത്തി കുഴച്ചിട്ട് അതിനെ മയപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് ഇത്തിരി വെള്ളത്തിലാണ് നന്നായിട്ട് കുഴയ്ക്കണത് നല്ലത്. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാൽ മാത്രമല്ല ഞാൻ കുഴച്ചേക്കുന്നത്, വീണ്ടും നന്നായിട്ട് കുഴച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം കുഴയ്ക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് എന്താണോ കറി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള പണികൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങും പിന്നെ സവോളയും ഒരു ക്യാരറ്റും ഉണ്ടായിരുന്നു. അതാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഇതാ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ ഞാൻ ചോദിക്കും ഇതൊന്നും കഴുകിയില്ലേ ചോദിക്കും. നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണിക്കണതല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ കഴുകാണ്ടൊന്നും ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാ കഴുകിയ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഉരുളക്കിഴങ്ങും സവോളയും, പിന്നെ ഒരു സവോള ഇട്ടിടുള്ളൂ. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയറ് വീർത്ത പോലെയും ഒക്കെ തോന്നുള്ളൂ. അപ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു കഷ്ണം, അതും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്നാണ് കേട്ടോ എടുത്തിടുന്നത്. വെള്ളമാണ് അപ്പുറത്തെ പാത്രത്തിലിരിക്കുന്നത്. അപ്പോൾ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കായിരുന്നു. പച്ചമുളകൊക്കെ ആകെ വയ്യാത്ത അവസ്ഥയായിട്ടിരിക്കുന്ന ലാസ്റ്റത്തെ പച്ചമുളകാട്ടോ. നമ്മുടെ പാത്രത്തിലെ പച്ചമുളകൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള അപ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കട്ടെ. ഇത്രേ ഉള്ളൂ പണി. പിന്നെ കടുക് പൊട്ടിക്കുക വേണ്ട. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുക. ഞാൻ തേങ്ങ ഒന്നും അരച്ചൊഴിച്ചിട്ടില്ല. നമ്മൾക്ക് ഇത് മതി. ആച്ചൂട്ടൻ ചായ ഒഴിച്ചിട്ടേ കഴിക്കുള്ളൂ. പിന്നെ ഇപ്പോൾ 2-3-4 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കിത് ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ഉണ്ടയാക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചതിന് ശേഷം ഇതുപോലെ ബോളാക്കിയിട്ട് ആദ്യം പിച്ചിടുക, പിന്നെ ഇങ്ങനെ ബോളാക്കി ഇടുക. അപ്പം നമുക്ക് ഓരോന്ന് വേഗം പരത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം അതൊന്ന് പിച്ചെടുത്ത് പിന്നെ ബോളാക്കി പിന്നെ പരത്തുമ്പോൾ സമയം ഒരുപാടാവും. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ബോൾ എടുത്തിട്ട് പിന്നെ വേഗം
പരത്താട്ടോ. അപ്പോൾ ഞാൻ ബോളാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചു ഒരു 5 മിനിറ്റ്. അതിന് ശേഷമാണ് കേട്ടോ പരത്തുന്നത്. നല്ല ചപ്പാത്തിയായിട്ട് നല്ല പൊള്ളച്ച് വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മളിത് പരത്തുക. അപ്പോൾ ഞാൻ അടിയിലൊരു തുണി വിരിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചപ്പാത്തിക്കല്ല് ഇങ്ങനെ ഉരുശി പോവും നമ്മൾ പരത്തുമ്പോൾ. കണ്ട തുണി വിരിച്ചിട്ടും ഉരുശി പോവാണ്. അപ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു നമ്മൾ പിടിക്കുന്ന തുണി ഉണ്ടല്ലോ, അതവിടെ വിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊടി താഴത്തേക്ക് പോവില്ല, അതിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനി ചപ്പാത്തി പരത്താം. ചപ്പാത്തി നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ പരത്താം കേട്ടോ. നല്ല കനം കുറയ്ക്കരുത്, എന്നാൽ കനം കുറയും വേണം. അങ്ങനെ കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി അങ്ങനെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം വേഗം ബാക്കിയുള്ള ചപ്പാത്തികളൊക്കെ പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ സ്പീഡാക്കി, നിങ്ങൾക്ക് ബോറടിക്കും നമ്മളിങ്ങനെ ഓരോന്ന് പതുക്കെ പരത്തുന്ന കാണുമ്പോൾ ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഇതുപോലെ സ്പീഡാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. എന്താ പറയുക, എനിക്കും ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഇടങ്ങേറാണ്, ഇത്ര പതുക്കെയല്ലേ ചെയ്യണത് എന്നുള്ളത് നോക്കിയിട്ട് ഇടങ്ങേറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ സൗണ്ടൊക്കെ പോകുന്നു. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചുടാട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയും പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് പരത്തിയിട്ട് ചുടുമ്പോൾ ഇത്തിരി സമയം വൈകുന്നുണ്ട്. അപ്പോൾ എല്ലാം വേഗം പരത്തി കഴിഞ്ഞാൽ വേഗം ചുട്ടെടുക്കാമല്ലോ വിചാരിച്ചിട്ട്. കണ്ടാൽ നമ്മുടെ ചപ്പാത്തിയൊക്കെ നന്നായി പപ്പടം പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു സൈഡ് ഇടുക, പിന്നെ ഒന്ന് അങ്ങനെ പൊള്ളങ്ങൾ വരുമ്പോൾ മറച്ചിടുക, പിന്നെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതുപോലെ ചപ്പാത്തി അടിപൊളിയായിട്ട് പൊള്ളച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, നിങ്ങൾക്കും ഉണ്ടാക്കുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ പൊടി ഓരോരുത്തരുടെ പൊടിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലർ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് ആവില്ല, നിങ്ങൾ ചിലപ്പോൾ ആട്ടപ്പൊടിയൊക്കെ മേടിക്കുന്നുണ്ടാവുക. ഏത് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെ പൊള്ളച്ച് വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ആകെ പുകമയമായിട്ടാണ്. നമ്മുടെ കറി വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയും തൂമിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുവിന് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ 2-3 മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒരു മീൻ കായം പുരട്ടി എന്താ പറയുക അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പൊരിച്ചു കൊടുത്തു. പിന്നെ ചോറ് തിളപ്പിച്ച് കൊടുത്തു. ഇന്നലത്തെ മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് അവന് ആക്കി കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ കുഞ്ഞുവിന് രാവിലെ എണീച്ചിട്ട് ട്യൂഷന് പോകാൻ ഭയങ്കര മടി കേട്ടോ. അപ്പോൾ ആ ഇരിപ്പാണ് കാണുന്നത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട്. അവനെന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി പഠിക്കണമെന്നില്ല, വീട്ടിലിരുന്നാലും പഠിക്കാം, ശുഭദിനം എന്നൊക്കെയാണ് കേട്ടോ പറയണത്. പക്ഷേ സൗണ്ട് ഇല്ല, ഉറക്കെ പറയണില്ല, പതുക്കെ പറയണത്. അതുകൊണ്ട് തന്നെ കേൾക്കാല്ലേ. അവിടെ ഞാൻ വോയിസ് കൊടുത്തത് അത് കാരണം കേട്ടോ. അപ്പോൾ അത് അവൻ പോയി. അങ്ങനെ അവൻ പോകുമ്പോൾ ഇവിടെ അങ്ങനെ വന്ന് നിൽക്കണം കേട്ടോ. ചില ദിവസങ്ങളിലേ വേണ്ടോ, ചിലപ്പോൾ വേണ്ട. അപ്പോൾ അങ്ങനെ ടാറ്റയൊക്കെ തന്നിട്ട് പോകും. അപ്പോൾ ആച്ചൂട്ടനെ ഞാൻ എണീപ്പിച്ചിട്ട് പല്ല് തേക്കാൻ വിട്ടിട്ടുണ്ട്. ഇശമോള് എണീച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഉഴയുണ്ട്, എണീക്കാൻ മടിച്ചിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ 9:15 9:30 ആയിട്ടല്ലേ പോകണ്ടോ. മറ്റവന് 8:15 ആകുമ്പോഴേക്കും വണ്ടി വരും കേട്ടോ. അപ്പോൾ ആച്ചൂട്ടനെ പല്ല് തേക്കാൻ വിട്ടു. കുഞ്ഞൂനെയും പറഞ്ഞയച്ചതിന് ശേഷമാണ് നമ്മൾ ചായ കുടിക്കുന്നത്. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുക കേട്ടോ. രാവിലെ ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കറിയാലോ, മറ്റേ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വയറ് കളിച്ചുണ്ടാവും. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ധൃതി തോന്നും കേട്ടോ നമുക്ക്. പക്ഷേ കുട്ടികളെ വിടാണ്ട് ചായ കുടിക്കാതിരുന്നാലും ശരിയാവില്ല. അപ്പോൾ കുഞ്ഞ് പോയതിന് ശേഷമാണ് ചായ കുടിക്കാറ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നല്ല വെള്ളം ഉണ്ടായിരുന്നില്ല, ചോറ് വയ്ക്കാൻ നോക്കിയപ്പോൾ വെള്ളം കുറവായിരുന്നു അകത്ത്. അപ്പോൾ ഞാൻ എന്തായാലും നല്ല വെള്ളം കോരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെള്ളമൊക്കെ കോരി കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും